മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ ലോകത്തിൻ്റെ നേതാവ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഷ്റഫ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാരുണ്യത്തിൻ്റെ തിരുദൂതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് ചില പ്രവചനങ്ങൾ നിർവഹിച്ചു. ഇന്നത് സംഭവിക്കുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു പോയി. അക്കൂട്ടത്തിൽ ഒട്ടനേകം സംഭവങ്ങൾ ലോകത്ത് പുലർന്നതായി നമ്മുടെ ജീവിത കാലഘട്ടങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയും. ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിൽ അവസാന കാലഘട്ടം വരുമ്പോൾ എൻ്റെ ഉമ്മത്തിലുള്ള മനുഷ്യന്മാർ അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, അയാൾ ദീന് മുറുകെ പിടിച്ച് ക്ഷമിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ കൽ ഖാബിദി അലൽ ജംർ, തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിൽ വരും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ അനുസരിച്ച് ജീവിക്കുന്ന, ദീന് പറയുന്ന, ദീനിന് നിലപാടെടുക്കുന്ന വ്യക്തിയാകുമ്പോൾ ശക്തമായ ഭീഷണികളും അതുപോലെ തന്നെ കനത്ത തിരിച്ചടികളും വലിയ പോറലുകളും ഏൽക്കുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ എൻ്റെ ഉമ്മത്തിൽ വരുമെന്നത് പ്രവചനമാണ് പ്രവാചകന്റെ. മാത്രമല്ല മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിനൊരു കാലം വരും, അന്ന് എല്ലാ ശത്രുക്കളും എൻ്റെ ഉമ്മത്തിൻ്റെ നേർക്ക് ഇങ്ങനെ വേട്ടയാടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. എല്ലാവരുടെയും സെൻട്രൽ പോയിന്റ് ആയിക്കൊണ്ട് എൻ്റെ ഉമ്മത്തിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. വിശന്നു വലഞ്ഞ കഴുകൻ തൻ്റെ ഇരയെ വേട്ടയാടി റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്ന പോലെ. സഹാബത്ത് ചോദിച്ചു, നബിയെ, അന്ന് നമ്മുടെ ഉമ്മത്തിൽ ആള് കുറവായിരിക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ആള് കുറവല്ല, വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ്സൈൽ, മലവെള്ളപ്പാച്ചിലിൽ കുമിഞ്ഞുകൂടുന്ന ചപ്പുചണ്ടി കണക്കിന് ഒട്ടനേകം ആളുകൾ ഉണ്ടാകും. യുജഅലുൽ വഹനു ഫീ ഖുലൂബിക്കും, അവരുടെ കൽബുകളിൽ ചില ദുർബലതകൾ ഉണ്ടായിരിക്കും. കുറെ ആളുണ്ട്, പക്ഷെ അവരുടെ കൽബിൽ ചില ദുർബലതകൾ ഉണ്ടാകും. വയുൻസഉർ റുഅബു മിൻ ഖുലൂബി അദുവിക്കും, നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം ഊരിമാറ്റപ്പെടും. ആർക്കും പിന്നെ മേടാൻ പറ്റുന്നൊരു ചെണ്ടയായി എൻ്റെ ഉമ്മത്ത് അങ്ങനെ മാറുന്നൊരു കാലം വരും. ലിഹുബ്ബികുമുദ്ദുനിയാ, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് അവരെ നശിപ്പിക്കുന്നത്. വകറാഹിയതകുമുൽ മൗത്ത്, നിങ്ങളുടെ മരണത്തോടുള്ള വെറുപ്പുമായിരിക്കും നിങ്ങളെ നശിപ്പിക്കാനുള്ള കാരണം. ഇങ്ങനൊരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിൽ അവസാനം വരുമെന്ന് പ്രവാചകന്റെ പ്രഖ്യാപനമാണ്, പ്രവചനമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട മനുഷ്യരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ദീൻ അനുസരിച്ച് അത് പറയുന്നവർ, അത് അനുസരിക്കുന്നവർ, അത് പാലിക്കുന്നവർ മോശക്കാരാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, മഹാനായ അബൂ അംറ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലേ, കുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറുക, താങ്കളോട് ഞാനല്ലാത്ത ഒരാളും ചോദിക്കാത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇസ്ലാമിലെ ഏറ്റവും മികച്ച കാര്യം ഒന്ന് പറഞ്ഞു തരാമോ? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖുൽ, താങ്കൾ ഇങ്ങനെ പറയൂ, ആമൻതു ബില്ലാഹ്. എപ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങളുടെ മുമ്പിലും ഞാനിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി. സുമ്മസ്തഖിം, എന്നിട്ട് ആ മാർഗത്തിൽ തന്നെ നേരെ കൊള്ളേ നിലകൊണ്ട് ജീവിച്ചോളൂ. നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ, കുടുംബത്തിൽ, അധികാരികളിൽ, നിയമങ്ങളിൽ. എന്തൊക്കെ വന്നാലും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അവിടെയാണ്, പരലോകമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പലരും പല വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ യാത്ര പരലോകത്തേക്കാണ്. പരലോകം നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു നല്ല മുഅ്മിൻ മാറി നിൽക്കും. ഒരു യഥാർത്ഥ മുഅ്മിൻ, അവൻ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ പരലോകം പോകുമോ എന്ന ഭയപ്പാടുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കും. ജീവിതത്തിന്റെ ഏത് മേഖലകളാണെങ്കിലും, കച്ചവടത്തിന്റെ കാര്യമാണോ, തന്റെ കച്ചവട രംഗത്ത് പരലോകം നഷ്ടപ്പെടുന്ന ഒരു രൂപന്റെ ലാഭം അയാൾ എടുക്കൂല. കച്ചവടം ചെയ്യും, അതിനൊന്നൊരു പ്രശ്നമല്ല. അനുവദിക്കപ്പെട്ട വസ്തു അനുവദിക്കപ്പെട്ട മാർഗത്തിൽ ചെയ്യും.
എന്റെ പരലോകം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടം അയാൾ ചെയ്യില്ല. ആസ്വാദനങ്ങൾ, എൻജോയ്മെന്റ് ഉണ്ടാകുമോ ഒരു മുഅ്മിന്? ഉണ്ടാകും. പരലോകം കളയുന്ന മദ്യം അയാൾ ആസ്വദിക്കൂല, അതുപോലെ ലഹരി അയാൾ ആസ്വദിക്കൂല, അയാൾ തോന്നിവാസങ്ങൾ, അശ്ലീലങ്ങൾ ആസ്വദിക്കൂല. എന്നാൽ ആസ്വാദനത്തിന്റെ വിവിധ തലങ്ങൾ ഇസ്ലാം തുറന്നു തന്നിട്ടുണ്ട്. അതാർക്കും ശല്യമല്ലാത്തതായിരിക്കുകയും ചെയ്യും. വിവാഹം ഇസ്ലാം അനുവദിച്ചു തന്നു. വിവാഹത്തിൽ എല്ലാ നിലക്കുമുള്ള ഹലാലായ കാര്യങ്ങളെ പഠിപ്പിച്ചു തന്നു. എന്നാൽ അവിടെ തന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അതിനെ അലങ്കോലമാക്കാൻ ഒരു മുഅ്മിൻ ശ്രമിക്കൂല. വിദ്യാഭ്യാസ രംഗത്തും അങ്ങനെ തന്നെയാണ്. തന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന യാതൊരു നിയമവ്യവസ്ഥക്കും അയാൾ കീഴ്പ്പെടുകയില്ല. ജോലിയിലും അങ്ങനെ തന്നെ, കുടുംബത്തിലും അങ്ങനെ തന്നെ. എന്ത് മേഖലയിലും അള്ളാന്റെ വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണോ ഒരു മുഅ്മിൻ മാറി നിൽക്കും. അപ്പൊ നമ്മൾ എന്താ പരിശോധിക്കേണ്ടത്? എനിക്കങ്ങനെ കഴിയുന്നുണ്ടോ? മഹാനായ അബൂ യഅ്ല ശദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, ഇന്നൽ കയ്യിസ്, ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ലിമൻ ദാന നഫ്സഹു, തന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയവനാണ്, വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ഒരു ജീവിതത്തിന് വേണ്ടി തന്റെ കർമ്മങ്ങളെ ശരിപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ. മരിക്കുന്ന് പറഞ്ഞു നടക്കണമെന്നല്ല, മരിക്കുമെന്ന ചിന്തയും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കമുള്ളവനാണ് നല്ലൊരു യഥാർത്ഥ ബ്രില്യൻ്റായ ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ പുതിയ സാഹചര്യത്തെ എല്ലാം നമ്മൾ ഇരുന്ന് വായിക്കുക. ദുനിയാവിനാണോ നമുക്ക് പ്രാധാന്യം? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, പക്ഷേ നിങ്ങൾ ദുനിയാവിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അറിഞ്ഞോളൂ, വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, തൊക്കെ തീരും, തൊക്കെ പൊട്ടിപ്പോവും. ആഖിറം എന്നും നിലനിൽക്കും, അവസാനം വരെ നിലനിൽക്കും. ഒരിക്കലും തീരാത്ത ലോകത്ത് നിലനിൽക്കുന്ന ഒരു ആഖിറം വരാനുണ്ട്. അതാണ് നമ്മളും പ്രഖ്യാപിക്കുന്നത്. അത് വിശ്വസിക്കുന്ന, അത് പറയുന്ന, പ്രഖ്യാപിക്കുന്ന, പ്രാർത്ഥിക്കുന്നവരാണ്. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ റസൂലാ, അങ്ങനെ പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. ഈ ദീനിനെ തൃപ്തിപ്പെട്ടവരാണ്, റസൂലിനെ റസൂലായി അംഗീകരിച്ച് തൃപ്തിപ്പെട്ടവരാണ് നമ്മൾ. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ആ തൃപ്തിക്കപ്പുറത്തേക്ക് മറ്റൊന്നില്ല എന്ന ചിന്തയാണ് നമുക്ക് ആമുഖമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ കുടുംബമാകട്ടെ, ഈ ദീനീ രംഗത്തു നിന്ന് അകലുന്ന അവസ്ഥകൾ കടന്നു വരുന്നുണ്ടോ എന്ന് ഓരോരുത്തർക്കും പരിശോധിക്കാനും വിലയിരുത്താനും ഒക്കെയുള്ള ഒരു പുതിയ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ല സ്ഥാപനം നോക്കി, നല്ല കോഴ്സുകൾ നോക്കി, ആയിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ മുടക്കി പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും അവരുടെ മതപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല. നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ, വെള്ളിയാഴ്ച പള്ളി പോകാൻ പറ്റാത്ത അവസ്ഥ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല, അവർ മുഖമക്കന ധരിക്കാൻ പാടില്ല തുടങ്ങിയ ഇസ്ലാമിക നിയമങ്ങൾ ലംഘിക്കേണ്ടി വരുന്നുവെങ്കിൽ നമ്മൾ ആ സംവിധാനത്തെ മാറി ചിന്തിക്കാൻ തുടങ്ങും. രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് ഇന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, പൊതുവിദ്യാലയങ്ങൾ കുറച്ചു കാലമായി എന്തൊക്കെയോ അജണ്ടകളിലായി കൊണ്ടുവരപ്പെടുകയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പുസ്തകത്തിനുള്ളിൽ കൊണ്ടുവരപ്പെട്ടു മതമില്ലാത്ത ജീവൻ. അധ്യായത്തിന്റെ ആകെത്തുക ഒരു മതവും നാട്ടിൽ പാടില്ലെന്ന് പഠിപ്പിക്കാനായിരുന്നു പുസ്തകത്തിനകത്ത്. അന്ന് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി എതിർത്തു. എന്തേ? നമ്മളെ മക്കളുടെ ഇടയിൽ വിഷം കുത്തിക്കയറ്റിയ പുസ്തകത്തിന്റെ ഇടയിലൂടെ നമ്മൾ അന്നത് പ്രതിഷേധിച്ചിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് മറ്റൊരു രൂപത്തിൽ കടന്നു വന്നു. ജനറൽ ന്യൂട്രൽ യൂണിഫോം, ആണിനും പെണ്ണിനും വേറെ വേറെ യൂണിഫോം ആവശ്യമില്ല, ഒക്കെ സെയിം ആണ്, ഒരേ യൂണിഫോം, ഒരേ ടോയ്ലറ്റ്, അങ്ങനെ കൊണ്ടുവന്നിട്ട് മിക്സ്ഡ് ആക്കി ഇരുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ പല ക്യാമ്പസുകളും വിദ്യാലയങ്ങളും ഒരുങ്ങി. അന്നും നമ്മൾ ഇത് വേണ്ട, ഇത് നാശമാണെന്ന് പ്രഖ്യാപിച്ചു. അതും കഴിഞ്ഞ് പുതിയ യുഗത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ആൺപെൺ കൂടിക്കലരുന്ന രൂപത്തിലുള്ള ഡാൻസുകൾ പ്രഖ്യാപിക്കുകയും അതിനെതിരായി ആരെങ്കിലും നിന്നാൽ അവരെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയമല്ല, ഭരണമല്ല, നമുക്ക് സ്വാധീന നേട്ടങ്ങളില്ല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ പരലോകം പോകുമോ? ഈ കോലത്തിൽ അവർ പഠിക്കപ്പെട്ടാൽ, ഈ ഒരു കൾച്ചറിലേക്ക് അവർ വന്നാൽ പിന്നെ എന്താണ് അവർ പഠിക്കുന്നത് എന്ന ധാർമ്മിക മൂല്യങ്ങളുടെ സംസ്കാരത്തിന്റെ നാശമാണ് വിളിച്ചോതുന്നത് എന്ന കാരണം കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇതിനെതിരായി സംസാരിക്കേണ്ടി വരുന്നത്. ഇത് വേറെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ലഹരിയുടെ നിർമാർജനത്തിന് വേണ്ടി എല്ലാവരും ഒന്നടങ്ക് നമ്മുടെ നാട്ടിൽ ഒറ്റക്കെട്ടാണ്. എല്ലാവരും ആത്മാർത്ഥമായി അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ മദ്യം നിർമാർജനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു.
കാലങ്ങൾ കഴിഞ്ഞപ്പോ ഏറ്റവും അധികം ലഹരിക്കെതിരെ ഒരു ഭാഗത്ത് ക്യാമ്പയിനുകൾ ഇങ്ങനെ നടക്കുന്നു, മറുഭാഗത്ത് പറയുന്നുണ്ട് മദ്യത്തിന്റെ ലഭ്യത ഞങ്ങൾ കുറക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുടം കമിഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെ ഇക്കഴിഞ്ഞൊരു 8 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ മാത്രം 297 പുതിയ ബാർ അങ്ങ് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലഹരി കൂട്ടുമോ കുറക്കുമോ? ബിയർ ആൻഡ് വൈൻ പാർലർ എന്ന പേരിൽ 475 കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകുന്നത്? ഒരു ഡാൻസ് കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പരിഹരിക്കാൻ പറ്റുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? യൂറോപ്യന്മാർ ഛർദിച്ചൊഴിവാക്കിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളെ, സംസ്കാരങ്ങളെ അതുപോലെ എടുത്തു വിഴുങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യുക്തിവാദികളുടെ ഹിഡൻ അജണ്ടകൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്ക് സിലബസിനകത്തുകൂടെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ കുട്ടിയുടെ ദീനും പരലോകവും കൾച്ചറും ഒക്കെ പോകുമെന്നുള്ള പേടിയെ, വേറുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ച് കാര്യമല്ല. ഇവിടെ ഇരുന്നു കൊണ്ടാണ് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത്. ഈ ലിബറൽ ചിന്താഗതികൾ കടന്നു വന്നാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അതിർവരമ്പില്ലാത്ത ആൺപെൺ സൗഹൃദങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. ആർക്കും ആരുടെയും കൂടെ എന്തുമാകാമെന്ന അവസ്ഥയിലേക്ക്. ഒരാണും ഒരു പെണ്ണോട് ഒരുമിച്ച് ഡാൻസ് കളിച്ചാൽ നിങ്ങൾ ഇസ്ലാം അങ്ങ് ഒലിച്ചു പോകുമെന്ന് ചോദിക്കുന്നവർക്ക് അവർക്ക് ഡാൻസ് ഒന്നല്ല പ്രശ്നം, അവർക്ക് ഇസ്ലാം തന്നെയാണ് പ്രശ്നം. അവർ അത് പതുക്കെ പറയാതെ അതിനുള്ളിലേക്ക് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഈ മൂല്യശോഷണങ്ങൾ സംഭവിച്ച ചിന്താഗതിയെ കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലും ആസ്വാദനങ്ങൾ അനുവദിച്ചു കൊടുത്തു. കുടുംബം, വിവാഹം കൃത്യമായ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ആസ്വാദനമാണ്. എന്നാൽ ലിബറലിസ്റ്റുകൾ പറയുന്നു കുടുംബമായി ജീവിച്ചാൽ മതി, വിവാഹം വേണ്ട. ആണും തന്നെയാണെങ്കിൽ അത് മതി, പെണ്ണുമാണെങ്കിൽ അത് മതി, ആസ്വാദനം മാത്രം മതി, ആർക്കും ഉത്തരവാദിത്തങ്ങൾ വേണ്ട. അതുകൊണ്ടാണ് ലിവിങ് ടുഗദർ എന്ന പോലെ ഒരുമിച്ചങ്ങ് ജീവിക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ കൊണ്ടുപോയി കുഴിച്ചിടുക. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഈ 2 കുഞ്ഞുങ്ങളെ ഞാൻ കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് കുറ്റമേറ്റെടുക്കുക. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കുത്തഴിഞ്ഞ ആസ്വാദനങ്ങൾ കൊണ്ടുവരികയാണ് ഇസ്ലാം. ഏതെല്ലാം നിലക്കാണ് ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ, ഏറ്റവും മാന്യമായ രൂപത്തിൽ ആസ്വാദനത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ, ബാധ്യതകളെ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അത് കൊണ്ടുവരുന്നത്. ഇസ്ലാം ഈ രംഗത്ത് വരുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ ഹലാലും ഹറാമും വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് അത് പൊളിച്ചിടാനുള്ള ആയുധമായാണ് അവർ കൊണ്ടുവരുന്നത്. ഇവിടെ മുഅ്മിനീങ്ങൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഖൗമിന്റെ ഇടയിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നീട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. എന്തുമാകാം, എങ്ങനെയും നടക്കാം, എവിടെയും ചാടിക്കളിക്കാം, ഏത് കീറിയ ഡ്രസ്സും ധരിക്കാം, ആർക്കും ആരുടെയും കൂടെ പോയി ഇരിക്കാം എന്നൊരു ലജ്ജയുമില്ലാത്ത അവസ്ഥ നമ്മുടെ ഇടയിൽ ഇനി വന്നാൽ ഈ നാട് തകർന്നു. എന്റെ വാക്കല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ, എല്ലാ മതത്തിനും ഒരു സ്വഭാവ സംസ്കാരമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ മികച്ച സ്വഭാവം എന്നത് ലജ്ജയാണ്. വേണ്ടാത്തരങ്ങളോട് നോ പറയാനുള്ള ശീലം. അത് നഷ്ടപ്പെട്ടാൽ അൽ ഹയാഉ മിനൽ ഈമാൻ, ഒരാളുടെ ഈമാനാണ് ലജ്ജ ഉണ്ടാവുക. അതില്ലെങ്കിൽ അവിടെ നാശമാണ് വരാൻ പോണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും, ഇന്നൽ ഹയാ വൽ ഈമാന ഖുരിനാ ജമീഅ, ഈമാനും ലജ്ജയും സമമായി കൊണ്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഈമാൻ കൂടിയാൽ ലജ്ജ കൂടും, ഈമാൻ കുറഞ്ഞാൽ ലജ്ജ കുറയും. അപ്പൊ പിന്നെ എന്തും ചെയ്യുന്ന അവസ്ഥയ്ക്ക് കടന്നു വരും. നിബിതങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, സ്വഹാബത്തിനോട് പറയാ, താങ്കളുടെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ അല്ലാഹുണ്ട്. ഒന്ന് അൽ ഹിൽമ്, വിവേകമാണ്, സഹനമാണ്. വൽ ഹയാ, ലജ്ജ എന്ന ശീലമാണ്. മഹാനായ ഖലീഫ ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖല്ല ഹയാ, ആർക്കെങ്കിലും ലജ്ജ എന്ന ശീലം കുറഞ്ഞാൽ ഖല്ല വറഉഹു, അവന്റെ ഭക്തി കുറയും. ഭക്തി കുറയും. വമൻ ഖല്ല വറഉഹു, ഭക്തി കുറഞ്ഞാൽ മാത ഖൽബുഹു, ഖൽബ് മരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നൊരു പുതിയ കൾച്ചർ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ടല്ലോ,
നമ്മൾ കാണുന്നുണ്ടല്ലോ പരസ്യമായി അങ്ങാടികളിലും വഴിയോരങ്ങളിലും വെയിറ്റിംഗ് ഷെഡുകളിലും ഒക്കെ ഒരു ലജ്ജയും കാണിക്കാതെ പെരുമാറുന്ന എത്രയെത്ര ആളുകളുടെ മോശം പെരുമാറ്റങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുകയാണ്. ഒരു സമൂഹം ഒന്നടങ്കം നശിക്കാൻ ഈ കാരണം മതിയാകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മാത്രവുമല്ല, ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കുക, പ്രത്യേകിച്ചും സ്ത്രീ ശരീരം പ്രദർശിപ്പിച്ച് നടക്കുക എന്നത് അള്ളാഹു ശക്തമായി വിരോധിച്ച കാര്യമാണ്. അത് ഡാൻസ് ആയാലും കളിയായാലും കല്യാണമായാലും ഇസ്ലാം അങ്ങേയറ്റം അതിനെ കൃത്യമായി കൊണ്ട് വിരോധിച്ച സംവിധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഇസ്ലാം നിഷിദ്ധമാക്കിയ സംഗീതത്തിന്റെ അതിപ്രസരം നമ്മുടെ ഉമ്മത്തിലേക്ക് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക പ്രഭാഷണങ്ങളുടെ ഇടയിൽ പോലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ രാഗം കൂട്ടിക്കൊടുത്താലേ ആളുകൾ കാണൂ എന്ന ധാരണ, എത്ര നല്ലതായ സന്ദേശങ്ങൾ വരെ അതിനൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ താളം പിടിച്ചെങ്കിലേ അത് ആരെങ്കിലും കാണൂ എന്ന തെറ്റിദ്ധാരണ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്ത് എടുത്തിട്ടാ പറഞ്ഞേ, വമിനന്നാസി മയശ്തരി ലഹുവൽ ഹദീസ്. ജനങ്ങളിൽ ചില ആളുകളുണ്ട് വിനോദ വാർത്ത വിലക്ക് മേടിക്കുന്നവരാണ്, അള്ളാഹിന്റെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കുന്നവരാണ്. ആ ആയത്തിനെ സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഗിനാ വ അശ്ബാഹു, ഇത് സംഗീതോപകരണങ്ങളും അനുബന്ധമായ ഘടകങ്ങളെയുമാണ് പറയുന്നത്. അതിന് പറ്റുന്ന ഡിജെയും അതിന് പറ്റുന്ന ഡാൻസൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ പിന്നെ എവിടെ എത്തും? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് സംഗീത ഉപകരണങ്ങൾ വിലക്കപ്പെട്ടതാണ് ഈ ആയത്ത് കൊണ്ട്. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറയുന്നു, വിനോദങ്ങൾ എന്നാൽ ഇവിടെ ചെണ്ടവാദ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇത് സംഗീത ഉപകരണങ്ങൾ മൊത്തം ബാധിക്കുന്നതാണ്, ഇത് നാശമാണ് ഉണ്ടാക്കുക എന്ന് വിശുദ്ധ ഖുർആൻ. ഹദീസിലാണെങ്കിൽ നബി തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടം വരുമ്പോ എന്റെ ഉമ്മത്തിൽ ചില മനുഷ്യന്മാര് മആസിഫ് ഹലാലാക്കി മാറ്റിക്കൊടുക്കും. ആ മആസിഫ് സംഗീത ഉപകരണങ്ങളുടെ ആസ്വാദനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ശബ്ദങ്ങൾ ശപിക്കപ്പെട്ട ശബ്ദങ്ങളാണ്. ശ്രദ്ധിച്ചോളൂ, 2 ശബ്ദങ്ങൾ സൗതാനി, 2 ശബ്ദങ്ങൾ മൽഊനാൻ, ശപിക്കപ്പെട്ടതാണ്. ഒന്ന് സൗത്ത് മിസ്മാരിൻ ഇൻദ നിഅമത്തിൻ, നല്ല സുഖമുണ്ടാകുന്ന ആനന്ദമുണ്ടാകുന്ന വേളയിൽ ഉപയോഗപ്പെടുത്തുന്ന സംഗീത ആസ്വാദനങ്ങൾ ശപിക്കപ്പെട്ടതാണ്. 2 വസൗത്തുറന്നത്തിൻ ഇൻദ മുസീബത്തിൻ, ഒരു വിപത്ത് ബാധിക്കുമ്പോൾ അലമുറയിട്ട് വാവിട്ട് കരയുന്ന ശബ്ദം ശപിക്കപ്പെട്ട ശബ്ദമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ശബ്ദത്തെ, ഈ വെറുക്കപ്പെട്ടതിനെ കൊണ്ടുവരാൻ എങ്ങനെയാ നമുക്ക് പിന്തുണക്കാൻ കഴിയുക? 3, ഇസ്ലാമിനൊരു വേഷ സംവിധാനങ്ങളുണ്ട്. ആ വേഷവിധാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ പതിയെ നമ്മുടെ യൂണിഫോം സിസ്റ്റങ്ങളിലേക്ക്, സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരപ്പെടുന്നതിനെ സൂക്ഷിക്കേണ്ടതുണ്ട്.